മെന്റർ രോഹിത് സാറായിരുന്നു. രോഹിത് ഇപ്പം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലുള്ള രോഹിത് സാർ. രോഹിത്തിന്റെ മെന്റേഴ്സിലുള്ള പലരും ഓവർ ദ പീരീഡ് പലരും പല സമയത്തായിട്ട് സർവീസിൽ കയറിയിട്ടുമുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു 9 monthsന് ശേഷം വീട്ടിലേക്ക് പോകുന്നു, പ്രിലിംസ് കൊടുക്കുന്നു, കിട്ടുന്നില്ല, ഇമ്മീഡിയറ്റ്ലി തിരിച്ചു വരുന്നു അല്ലേ? പിന്നെ ഞാൻ തിരിച്ചു വന്നില്ല. കുറച്ച് അത്യാവശ്യം ഇഗ്നോറൻസ് ഉണ്ടായിരുന്നു, നമുക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ തന്നെ കോച്ചിങ് ഒരു 9 മാസം ചെയ്തെങ്കിൽ കൂടി എന്താണ് പ്രിലിംസ് കഴിഞ്ഞിട്ട് എന്താണെന്ന് ഞാൻ തീരെ അന്വേഷിച്ചിരുന്നില്ല. അതെന്താണ് അറിയില്ല, ഇഗ്നോറൻസ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പ്രിലിംസ് ടെസ്റ്റ് സീരീസ്, മെയിൻസ് ടെസ്റ്റ് സീരീസ് ഉണ്ട്, ജോഗ്രഫി ടെസ്റ്റ് സീരീസ് ഉണ്ടെന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ അന്വേഷിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു എലമെന്റ് ഉണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു 10 മാർക്കിനല്ലേ പോയി, അപ്പോൾ ഒന്നുകൂടി നന്നായിരുന്നു പഠിച്ചാൽ 10 മാർക്ക് കിട്ടും, കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും എന്നുള്ള അതൊരു തെറ്റായ ഡിസിഷൻ ആയിരുന്നു. അത് അടുത്ത അറ്റംപ്റ്റിൽ മനസ്സിലായി. സെക്കൻഡ് അറ്റംപ്റ്റിൽ എങ്ങനെ കോവിഡിന്റെ തൊട്ട് മുന്നുള്ള അറ്റംപ്റ്റ് ആണ് 2020. അപ്പോൾ ഞാൻ വീട്ടിലായിരുന്നു, വീട്ടിൽ കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒപ്പം പഠിക്കും കൂടിയും ചെയ്തു. പ്രയോറിറ്റി പ്രയോറിറ്റി ഉണ്ടായിരുന്നു, പഠിക്കുക തന്നെയായിരുന്നു പ്രോപ്പർലി. പക്ഷേ ലാസ്റ്റ് ഫെബ്രുവരിയിൽ മാർച്ചിലൊക്കെ കോവിഡ് ലോക്ക്ഡൗൺ വന്നു. അപ്പോൾ വീണ്ടും വീട്ടിൽ ലോക്ക്ഡായി പോയി. പിന്നെ എക്സാം നീട്ടി വെച്ചു. അപ്പോൾ ആ ഒരു അറ്റംപ്റ്റ് വളരെ മോശമായിരുന്നു. GS ഒരു 55 എത്തി, മാർക്ക് താഴോട്ട് വന്നു. അത് OMR മാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഇഷ്യൂ വന്നു. അപ്പോൾ എല്ലാം കൂടി ക്യുമുലേറ്റീവ് ആയിട്ട് വളരെ ഒരു മോശം അറ്റംപ്റ്റ് ആയി. CSAT ക്ലിയർ ആയില്ല. അപ്പോൾ സാധാരണ ഇതിൽ അത്ര ഒരു ലോ പോയിന്റിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് അത് നമുക്ക് നിർത്താം, ഇത് വേണ്ട എന്നൊക്കെ തോന്നിയായിരുന്നു. പക്ഷേ ഇല്ല, നമുക്ക് ഈ ഇപ്പോൾ സമയം വേറെ കാര്യങ്ങളിൽ ഇങ്ങനെ ഇപ്പം എൻ്റെ മിസ്റ്റേക്ക് കാരണം ഞാൻ ഇങ്ങനെ വേറെ കാര്യങ്ങൾക്ക് അലോട്ട് ചെയ്യുമ്പോഴപ്പോഴും നമുക്ക് ഇമോഷണലി സപ്പോർട്ട് ചെയ്തിരുന്ന ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത എൻ്റെ സാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം നമ്മളെ ഗൈഡ് ചെയ്തിരുന്നു പല സമയത്ത്. പക്ഷേ എനിക്കത് കേൾക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഇത്രയും ഫെയിലിയർ വന്നപ്പോൾ ഞാൻ ആദ്യം പോയത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ നമ്മൾ ഫുൾ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എനിക്ക് കുറച്ച് വഴികൾ പറഞ്ഞു തന്നു. ഇപ്പോൾ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യുക, അതാണ് ഇപ്പോൾ ഇത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പി ആവും. അപ്പോൾ ആ ഒരു വാക്കിൻ്റെ പുറത്ത് ഞാൻ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, പഠിക്കാനുള്ള കുറച്ച് സാഹചര്യങ്ങൾ ഒരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അങ്ങനെ തേർഡ് അറ്റംപ്റ്റ് ഞാൻ വീട്ടിൽ നിന്ന് മാറിയിരുന്നു. ഇപ്പോൾ കോവിഡ് ആയ കാരണം ട്രിവാൻഡ്രം വരാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ റിലേറ്റീവിൻ്റെ വീട് ഒരു 10 കിലോമീറ്റർ അപ്പുറത്തുള്ള വീട്ടിൽ മാറി നിന്നിട്ട് അവിടെ നിന്ന് പ്രിപ്പയർ ചെയ്തൊരു 8 മാസം. ജനുവരിയിൽ ഞാൻ മാറി. ഓൾമോസ്റ്റ് സെപ്റ്റംബർ വരെയൊക്കെ അവിടെ, ഒക്ടോബറിലായിരുന്നു പ്രിലിംസ്, അവിടെ മാറി നിന്ന് പഠിച്ചു. അപ്പോൾ കുറച്ച് ഓൺലൈനായിട്ട് നമുക്ക് കുറച്ച് അന്ന് ഓൺലൈൻ കുറച്ച് കോഴ്സസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അക്കൗണ്ടബിലിറ്റിക്ക് വേണ്ടിയിട്ട് 2 കോഴ്സസ് എടുത്തു. അങ്ങനെ പ്രിലിംസ് കൊടുക്കുക ചെയ്ത്. അപ്പോൾ പ്രിലിംസ് കൊടുത്തപ്പോൾ GS എനിക്ക് അറൗണ്ട് 100ന്റെ അടുത്ത് വന്നു. CSAT പക്ഷെ ബോർഡർ ആയിരുന്നു, കീസിലൊന്നും കയറിയിരുന്നില്ല. പക്ഷെ നമ്മൾ ഈ GS ഒരു മാർക്ക് ഡബിൾ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസത്തിന്റെ പുറത്ത് പെട്ടി പാക്ക് ചെയ്ത് ഇങ്ങോട്ട് വേണ്ടത്തേക്ക് വരിക ചെയ്തത്. പിന്നെ ഫൈനലി അത് ക്ലിയർ ആയി.